ഫോൺ ഉപയോഗിക്കുമ്പോൾ കഴുത്തുവേദന അനുഭവപ്പെടാറുണ്ടോ? യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ മണിക്കൂറുകളോളം ഉപയോഗിച്ച ശേഷം കഴുത്തിന് പിടുത്തം അനുഭവപ്പെടാറുണ്ടോ? കഴുത്തിൽ നിന്ന് കൈയിലേക്കോ അല്ലെങ്കിൽ തോളിലേക്കോ വിരലുകളിലേക്കോ ഇറങ്ങുന്ന തരം വേദന അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ അത് ടെക്സ്റ്റ് നെക്ക് എന്ന അവസ്ഥയാകാം. അതിനെ പരിഹരിക്കാനുള്ള 5 ഉപായങ്ങൾ പറഞ്ഞു തരാം. ടെക്സ്റ്റ് നെക്ക് എന്നത് മൊബൈലും മറ്റും വളരെയധികം നേരം കുനിഞ്ഞിരുന്ന് നോക്കുന്നതിന്റെ ഫലമായി തലയിലുണ്ടാകുന്ന അമിതമായ സമ്മർദ്ദമാണ്. ചെറുപ്പക്കാരിൽ പോലും ഇത് വളരെയധികം കോമൺ ആണ്. നമ്മളുടെ തലയുടെ ഭാരം 4 അല്ലെങ്കിൽ 5 കിലോ ആണെന്നിരിക്കെ 45 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി കുനിഞ്ഞിരിക്കുമ്പോൾ ഇത് 10 മടങ്ങായിട്ടാണ് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത്. ഈ അമിതമായ സമ്മർദ്ദത്താൽ കഴുത്തിലെയും തലയിലെയും മസിലുകളും ലിഗമെന്റും എല്ലാം വളരെയധികം സ്ട്രെയിൻഡ് ആവുകയും തൽഫലമായി തലവേദന, കഴുത്തുവേദന, തോളുവേദന, കൈവേദന മുതലായ വേദനകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ അവസ്ഥയെ ലഘൂകരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. ആദ്യത്തെ കാര്യം തുടർച്ചയായി കുനിഞ്ഞിരുന്ന് ഫോൺ നോക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നെഞ്ചിന് താഴെ ഫോൺ വെച്ച് നോക്കാതിരിക്കുക. അതിന് പകരം നമ്മളുടെ ഐ ലെവൽ അല്ലെങ്കിൽ കണ്ണിന്റെ നിലയ്ക്ക് സമാനമായ രീതിയിൽ ഫോൺ വെച്ചുകൊണ്ട് നോക്കാവുന്നതാണ്. ഇതുവഴി കഴുത്തിലെ മസിലുകളുടെ സ്ട്രെയിൻ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം 20 മിനിറ്റിൽ കൂടുതൽ ഫോൺ നോക്കാതിരിക്കുക എന്നുള്ളതാണ്. 20 മിനിറ്റ് ആകുമ്പോൾ ഫോണിൽ നിന്ന് നമ്മളുടെ ദൃഷ്ടി മാറ്റി ദൂരെയുള്ള ഒരു വസ്തുവിലേക്ക് 2 സെക്കൻഡ് നോക്കുക. ഇത് കണ്ണിനും കഴുത്തിനും ഗണ്യമായ റെസ്റ്റ് നൽകുന്നതാണ്. മൂന്നാമതായി ചെയ്യേണ്ട കാര്യം ചിൻ ടക്ക് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ നിസ്സാരമായ എക്സസൈസ് ആണ്. നമ്മളുടെ ചിൻ അഥവാ താടി ഉള്ളിലേക്ക് വലിച്ച് ഡബിൾ ചിൻ പോലെ ഏകദേശം ഇതുപോലെ വയ്ക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നത് നമ്മളുടെ ഫോർവേഡ് ബെൻഡിങ്ങിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കഴുത്തിലെ സ്ട്രെയിൻ കുറയ്ക്കാൻ സഹായിക്കും. നാലാമത് ഒഴിവാക്കേണ്ട കാര്യം കിടന്നുകൊണ്ട് തല ഉയർത്തിക്കൊണ്ട് ഫോൺ നോക്കുക എന്നുള്ളതാണ്. പല രോഗികളിലും ഇതാണ് കൃത്യമായി വേദനയെ ട്രിഗർ ചെയ്യാറുള്ളത്. അഞ്ചാമത് ചെയ്യേണ്ട കാര്യം ലാപ്ടോപ്പ് നമ്മളുടെ ഐസൈറ്റിന്റെ ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. അതിന് ലാപ്ടോപ്പ് സ്റ്റാൻഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ച് അതിന് മുകളിൽ ലാപ്ടോപ്പ് വെച്ചോ എല്ലാം നമുക്കിത് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ മണിക്കൂറുകളോളം കുനിഞ്ഞിരുന്ന് ലാപ്ടോപ്പ് നോക്കുമ്പോൾ ഈ ടെക്സ്റ്റ് നെക്കിന്റെ പെയിൻ വളരെയധികം വഷളാകുന്നതായിട്ട് കാണുന്നുണ്ട്. തുടക്കത്തിൽ സാധാരണമായ ഒരു മസിൽ പെയിൻ പോലെ അനുഭവപ്പെട്ടാലും ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കാലക്രമത്തിൽ സെർവിക്കൽ സ്പോണ്ടൈലോസിസ് ആയിട്ടോ അല്ലെങ്കിൽ കയ്യിലേക്ക് വരുന്ന സെർവിക്കൽ റാഡിക്കുലോപ്പതി ആയിട്ടോ എല്ലാം മാറുന്നതായിട്ട് കാണുന്നു. പല രോഗികളിലും കൃത്യമായ എക്സസൈസ് കൊണ്ടും ഒപ്പം തന്നെ പോസ്റ്ററൽ കറക്ഷൻസ് കൊണ്ടും കൂടെ ചികിത്സ കൊണ്ടും ടെക്സ്റ്റ് നെക്ക് സംബന്ധമായി ഉണ്ടാകുന്ന കഴുത്തുവേദനയും തലവേദനയും എല്ലാം ദൂരീകരിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ ഒരു ദിവസം എത്ര നേരം മൊബൈൽ ഉപയോഗിക്കുന്നു? മൊബൈൽ ഉപയോഗിച്ച ശേഷമാണോ നിങ്ങൾക്ക് കഴുത്തുവേദനയും തലവേദനയും എല്ലാം ഉണ്ടാകുന്നത്? തീർച്ചയായും കമന്റ് ചെയ്യൂ. കഴുത്തുവേദന, സ്പൈൻ ഹെൽത്ത്, പോസ്റ്ററൽ എറേഴ്സ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ അക്കൗണ്ട് ഫോളോ